അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ എന്താന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടുവരുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് സവാളയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം. അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് വേണ്ടത്ര പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ചിക്കൻ മസാല ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി സെറ്റ് ആക്കണം. ഇനി ഇതെല്ലാം ഇളക്കി സെറ്റ് ആക്കിയതിനു ശേഷം ഇതിലോട്ട് ഇതിന്റെ മെയിൻ ഐറ്റം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താ നോക്കാം. അതൊക്കെ ഞാൻ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ ആണ്. അപ്പൊ ചിക്കൻ നല്ലോണം വേവിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലോട്ട് ചിക്കനും കൂടി ചേർത്തതിനു ശേഷം നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം. നമ്മളെ ഉള്ളിയും തക്കാളിയും ചിക്കനും പൊടിയാളും എല്ലാം ഒന്ന് നല്ലോണം സെറ്റ് ആവട്ടെ. അങ്ങനെ ഇളക്കി 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 ഒരു പരിവായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തീയൊക്കെ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ സെറ്റ് ആയിരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയ സമൂസയാണ്. അപ്പൊ ദാ ഇവിടെ ഒരു സമൂസ ഷീറ്റ് എടുത്തുകൊണ്ട് അതിലോട്ട് ഫില്ലിങ്സ് നിറയ്ക്കുകയാണ്. ഈ സമൂസ ഷീറ്റിനൊരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവൂല. എന്നാലും നമ്മൾ തളരൂല, അങ്ങോട്ട് സമൂസ ഉണ്ടാക്കും. കാരണം സമൂസ ഇല്ലാത്തൊരു റമളാൻ ഇല്ല. അങ്ങനത്തെ നമ്മളും സമൂസയിൽ ഫില്ലിംഗ് ഒക്കെ ആക്കി മടക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഇന്റെ വക ഞാനും ഇടയിൽ കൂടെ കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ സമൂസയും ഉണ്ടാക്കി വെച്ചപ്പോഴാണ് എനിക്ക് ആ ഓലപ്പടക്കത്തിന്റെ ഓർമ്മ വന്നത്. കാരണം ഓലപ്പടക്കത്തിനും പല ഷേപ്പാണ്, എന്റെ സമൂസക്കും പല ഷേപ്പാണ്. എന്തായാലും ഇല്ല, നമ്മൾ ഇതാണ്ട് പൊരിച്ചെടുക്കട്ടെ. അങ്ങനത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിൽ വെച്ച് ആ തിളച്ച ഓയിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ സൈഡും ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം എടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്.